സത്യം പറഞ്ഞാൽ ഹിന്ദി കരിയറിൽ എനിക്കൊരു ഡൾനെസ് വന്ന് 2 സിനിമ പൊട്ടിയിരുന്ന സമയത്ത് ഹംഗാമ അത് മൂക്കുത്തി തന്നെയാണ് വീണ്ടും റീമേക്ക് ചെയ്തിട്ട് ഹംഗാമയാക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കലും മണിരത്നം പറഞ്ഞു, ചില കഥകളുണ്ട്, സമയമില്ല അതിന്. ചില കഥകളല്ല, ചില സിനിമകളുണ്ട്, അതിന് സമയമില്ല. അത് എത്ര പ്രാവശ്യം വേണം വീണ്ടും വീണ്ടും എടുക്കാം. ടൈറ്റാനിക് ഫോർ എക്സാമ്പിൾ, കേപ്പ് ഫിയർ ഫോർ എക്സാമ്പിൾ, ഒരുപാട് പ്രാവശ്യം ആ സിനിമകൾ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട്, എപ്പോഴും സക്സസ്ഫുള്ളാണ്. പക്ഷെ കാലഘട്ടമില്ല അതിന്. അതുപോലെ സിനിമയാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പിന്നീട് അഫ്കോഴ്സ് അതൊരു തുടക്കം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പിന്നീട് കുറേ കോമഡി പടങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഒരു ടേണിംഗ് പോയിന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി സിനിമകളായിരുന്നു പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട്. ആ സിനിമകളെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത് താളവട്ടം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിലാണ് ആദ്യമായി ഞാൻ കുറച്ച് സീരിയസ്നെസ് ട്രൈ ചെയ്തത്. അതുവരെയ്ക്ക് എല്ലാം തമാശ ചിത്രങ്ങളായിരുന്നു. താളവട്ടം ആയിരുന്നു ആദ്യത്തെ ഒരു റൊമാൻറ്റിക് കോമഡി. പിന്നെ ഈ റെഗുലറായിട്ട് കോമഡിയും റെഗുലറായിട്ട് പടത്തിൻ്റെ അവസാനം ഒരു കൂട്ടത്തല്ലും എന്നൊരു സാധനം ചെടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചാണ്, അതായത് വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിലിം ഞാൻ സ്കൂളിൽ സമയത്ത് കണ്ടാണ്. അതെന്നെ ഹോണ്ട് ചെയ്തിരുന്നൊരു സബ്ജക്റ്റാണ്. അതിനെ അഡാപ്റ്റ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് താളവട്ടം. പക്ഷേ നമ്മുടെ സിറ്റുവേഷനിലേക്കും അതിനൊരു ലവ് സ്റ്റോറി, ഒറിജിനൽ സിനിമ ലവ് സ്റ്റോറി ഒന്നുമല്ല, ഇതിനെ ലവ് സ്റ്റോറി ആക്കിയത് ആ ഒരു പ്ലോട്ടിന് വർക്ക് ചെയ്തതാണ്. സോ അതൊരു ഭയങ്കരമായിട്ട് ഓടുകയും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും ആദ്യമായിട്ടാണ്. അപ്പം എന്തെന്ന് പറയുക, ഈ കോമഡി സിനിമകൾക്ക് ഒരു കുഴപ്പമുണ്ട്, ടെക്നിക്കലി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് എപ്പോഴും എക്സ്പ്രഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ടൈമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോമഡി സിനിമ. ഇഫ് യു വോണ്ട് ടു ടേക്ക് എ ഗുഡ് ഷോട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു സീൻ ബിൽഡപ്പ് ചെയ്യുക, ഒരു ട്രാൻസിഷൻ ഫ്രം വൺ സീൻ, എന്നതൊന്നും കോമഡി സിനിമകൾക്ക് പോസിബിൾ അല്ല. സോ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു താളവട്ടം ചെയ്തപ്പോൾ. റൊമാൻറ്റിക് കോമഡിയുടെ പീക്ക് എന്ന് പറയുന്നത് ചിത്രമായിരുന്നു. ചിത്രം ഡെഫിനറ്റ്ലി ഇപ്പോഴും എനിക്ക് പറയാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ. അതായത് ഇപ്പം ഗോഡ് ഫാദർ പോലുള്ള സിനിമ 400 ദിവസങ്ങളിൽ നോൺ ഷോയിലാണ്. ഇത് റെഗുലർ ഷോയിൽ 366 ദിവസം, ഒരു ദിവസം കൂടുതലൂടെയായിരുന്നു ചിത്രത്തിന് ഓടിയ സിനിമയാണ് ചിത്രം. അതിൻ്റെ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിയത്. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് കോമഡി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അതിനകത്തുണ്ട്. അതായത് അതിൻ്റെ ഒരു സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരുപാട് ക്യാൻസർ ചിത്രങ്ങൾ എപ്പോഴും ഫോമുല നമ്മൾ തിങ്ക് ചെയ്യും, എന്താണ് ഒരു കമേഴ്ഷ്യൽ ഫോമുല. ക്യാൻസർ അവസാനം ഹീറോ മരിക്കുന്നത് നമുക്ക് മനസ്സിൽ കൊള്ളും. ഒരുപാട് സിനിമകളുണ്ടല്ലോ ഏകദേശം ആളുകൾക്ക് ഭയങ്കര ടച്ച് ചെയ്യും. മദനോത്സവമായാലും ഇവിടെ പറയും മുമ്പേ ആയാലും ഇങ്ങനെ കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതേ അവിടെയാണ്, അതായത് ഇന്നെവിറ്റബിൾ ഡെത്ത് എന്ന് പറഞ്ഞ സാധനം ചിരിപ്പിച്ചിട്ട് അവിടേക്ക് എത്തിക്കുന്ന ഒരു സംഭവം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഷുവർ ഉണ്ടായിരുന്നു. ഞാൻ ചെപ്പെന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ വേണിച്ചേട്ടനോട് പറയുന്നത് നല്ലൊരു തിങ്കിങ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിത്രം ഉണ്ടായത്. ചിത്രം എന്ന സിനിമ ഡെഫിനറ്റ്ലി എൻ്റെ കമേഴ്ഷ്യൽ കരിയറിലെ ഏറ്റവും വലിയ പീക്കായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ നമ്മളുടെ സ്ക്രീൻ പ്ലേക്കും അതിൻ്റെ സംവിധാനത്തിനും സോങ്ങുകൾക്കും ഒക്കെ പുറമെ എനിക്കൊരു വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനായിരുന്നു. ഇന്ന് വരെ എന്ത് കഥയാണ് ഞാൻ ചെയ്യുന്നത് എന്നിന്ന് വരെ ചോദിക്കാത്ത ഒരേ ഒരു ആക്ടറേ ഉള്ളൂ. എന്താണ് ചിലപ്പോൾ എന്നോട് പറയാം, എന്നോട് കഥയൊന്നും പറയണ്ട, ഡബ്ബിംഗ് തിയേറ്റർ കണ്ട് മനസ്സിലായിക്കൊള്ള കഥയായിരുന്നു, ഇപ്പോഴത്തെ സീൻ എന്തെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദ വേ ഹി മെയിൻറ്റെയിൻസ് ഹിസ് കണ്ടിന്യൂറ്റി, ദ വേ ഹി മെയിൻറ്റെയിൻസ് ഹിസ് മെമ്മറി ഈസ് അൺബിലീവബിൾ. ദർ ഇസ് നോ ആക്ടർ ഐ ഹാവ് കം അക്രോസ്. ഞാൻ ഇത്രയും ഭാഷകൾ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് നോ ബെറ്റർ ആക്ടർ ഐ ഹാവ് വർക്ക്ഡ് വിത്ത് ഇൻ മൈ ലൈഫ്. അപ്പം ആ ഇൻസ്പിറേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്കൊരു മാനസികമായിട്ടുള്ളൊരു ഓബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ഒരു കഥയും ചോദിക്കില്ല, പടം ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യാമെന്ന് പറയുന്ന ഒരാളോടുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അതായത് നമുക്കൊരു ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ആണ് സത്യം പറഞ്ഞാൽ എന്നെ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആക്കിയത്. കാര്യം വെച്ചാൽ എനിക്ക് ഒരിക്കലും ഒരു ഫ്ലോപ്പ് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ്. സോ ആ ഒരു സ്പിരിറ്റ് ഡെഫിനറ്റായിട്ടും ഞാൻ മലയാള സിനിമ ലാലിൻ്റെ കൂടെ ചെയ്ത സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു.